നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഇനി ശേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. പക്ഷേ സംസ്ഥാനത്തുടനീളം ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥാനത്ത് ഇപ്പോൾ കേൾക്കുന്നത് ഒരൊറ്റ പേരാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ഒരു വിഷയം തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും, അത് പറഞ്ഞു തുടങ്ങാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത് കാര്യമായ ഒരു ചലനം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉദാഹരണത്തിന് ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ വോട്ട് ചെയ്യാൻ പോകുന്നൊരു രാഹുലിനെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി പിന്നെ ഡിവിഷനിലേക്ക് നിൽക്കുന്ന കൗൺസിലർ, അതല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് ആകാൻ ശ്രമിക്കുന്ന പഞ്ചായത്ത് മെമ്പർ, അവരുടെയൊക്കെ വിഷയമല്ലാതെ ഈ ഗ്രാമപഞ്ചായത്ത് വാർഡ് തലത്തിൽ ഇതൊരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പോകുന്നില്ല, ഒന്നും ചെയ്യില്ല. അടുത്ത ബ്ലോക്ക് തലത്തിലേക്കാണ് വരുന്നത്. ബ്ലോക്ക് തലത്തിലേക്ക് വരുമ്പോൾ കുറച്ചൊരു പൊളിറ്റിക്സ് വരും, എങ്കിലും ആളുകൾ വെൽ നോൺ ആയിരിക്കണം. അതാണ് കാരണം. ഈ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് പഞ്ചായത്തിൻ്റെ ഒരു വികസിത രൂപം നല്ലേ ഉള്ളൂ കേരളത്തിൽ. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ കുറച്ച് അത് പൊളിറ്റിക്സ് വരും. അത് ആ പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സ് ആയിരിക്കും വരാൻ സാധ്യതയുള്ള ഒന്ന്. രണ്ട്, ഈ അധികാരത്തിലിരുന്ന ജില്ലാ പഞ്ചായത്ത് എന്തെല്ലാം ആ പ്രദേശത്തിന് വേണ്ടി ചെയ്തു, ഇതൊക്കെ ആയിരിക്കും ചർച്ചയാകുന്നത്. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ വലിയൊരു രാഷ്ട്രീയ വിഷയമാകുമെന്നേ ഞാൻ കരുതുന്നില്ല. സാധാരണഗതിയിൽ താങ്കൾ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വിഷയങ്ങൾ, ജനങ്ങളുടെ വിഷയങ്ങൾ, റോഡ്, മാലിന്യം, ഇതൊക്കെയാണ് ചർച്ചയാകുന്നത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി സ്റ്റേറ്റ് വൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള മറ്റ് പല വിഷയങ്ങൾ, സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ, അത് കൊടുക്കുന്നതിലെ പ്രശ്നങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത, കെടുകാര്യസ്ഥത, അഴിമതി, ഇതൊക്കെ എല്ലാത്തിനുമുപരി ശബരിമല, അയ്യപ്പൻ, സ്വർണ്ണപ്പാളി വിവാദം വരെയുള്ള വിഷയങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഭയങ്കരമായി റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അയ്യപ്പനാണ് എല്ലായിടങ്ങളിലും വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന അയ്യപ്പൻ്റെ മുതൽ കട്ടവന്മാർ ജയിപ്പിക്കരുത്, ഒരു പഞ്ചായത്തിലെ വിഷയമല്ല അവർ പറയുന്നത്. ആ നിലയ്ക്ക് സാമൂഹ്യ സാഹചര്യം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഓവർ പവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. അത് LDF നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചലനവും സൃഷ്ടിക്കില്ല എന്ന് നമുക്ക് തീർത്തങ്ങ് പറയാൻ സാധിക്കുമോ? അല്ല, ഇതിനകത്ത് നമ്മൾ തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടമാണല്ലോ. ശബരിമല സ്വർണ്ണമോഷണം തീർച്ചയായിട്ടും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം ഒരു 95% വോട്ടർമാരും ദൈവവിശ്വാസികളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടുന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം, അതായത് ഭരണവിരുദ്ധ വികാരം, കറപ്ഷൻ, കെടുകാര്യസ്ഥത, ഇത്തരം ചില പ്രധാനപ്പെട്ട വിഷയങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം മാസ്ക് ചെയ്യാൻ ആണ് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രമാത്രം അവർ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷം വിജയിച്ചു. പക്ഷേ തീർച്ചയായിട്ടും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും വിജയിച്ചു. സമനിലയിൽ നിൽക്കുകയാണ് ഇപ്പോഴും. വിജയിച്ചു എന്നങ്ങ് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും വിജയിച്ചു എന്ന് പറയാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകന് ഉണ്ടാകാൻ പാടില്ല എന്ന് പൊതുസമൂഹം കൽപ്പിച്ചിരിക്കുന്ന ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചില അതിർവരമ്പുകളൊക്കെ ലംഘിച്ച് പോയ സാഹചര്യത്തിൽ ഒരു ഡാമേജ് തന്നെയല്ലേ? അതിർവരമ്പ് ലംഘിക്കുന്ന ആദ്യത്തെ ആൾ രാഹുൽ മാങ്കൂട്ടമാണ്. അല്ല, വേറെ MLA അവിടെ ഇരിപ്പുണ്ട് ഈ അതിർവരമ്പ് ലംഘിച്ചവനൊക്കെ. ഇതൊക്കെ ഇന്നത്തെ കാര്യം വെച്ചാൽ പണ്ട് ആളുകൾ വോട്ട് ചെയ്യുന്നത് ഈ നേതാക്കന്മാരുടെ ആഹ്വാനവും പ്രസംഗമൊക്കെ ഇട്ടാണ്. അനീഷ് ഒന്ന് ഇറങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങും. കേരളത്തിലെ പൊതുസമൂഹത്തിന്, കേരളത്തിലെ എല്ലാ നേതാക്കന്മാരുടെയും പുച്ഛം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിയാൽ ആ നേതാവിനെ ആദരിക്കുന്നൊരു ജനസമൂഹം ഉണ്ടായിരുന്നു. കേരളം പൊതുസമൂഹം ആദരിക്കുന്ന ഒരാളിനെ പറ, EMSനെ പോലെ, EK നായനാരെ പോലെ, C അച്യുതമേനോനെ പോലെ. എന്തിന് ഒരു പരിധിവരെ K കരുണാകരനും AK ആന്റണിക്കും കിട്ടിയിരിക്കുന്ന ഒരു സ്വീകാര്യത കേരളത്തിലുള്ളൊരു നേതാവിനെ പറയും. ഇടതുപക്ഷവും വലതുപക്ഷവും BJP ഒക്കെ ആയിക്കോട്ടെ, ഇല്ല. അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ വോട്ടറും ചിന്തിച്ച് വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരത് ചെയ്യും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ രണ്ട് തരം ബാലൻസ് ചെയ്തെന്ന് പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിഷയം കൊണ്ടുവരുന്ന കാര്യത്തിൽ CPM വിജയിച്ചു, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് എന്താണ് ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ പരാതി ഉന്നയിച്ചു. ഞങ്ങൾ ആദ്യം പരാതി വന്നപ്പോൾ ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തു, അയാൾക്ക് ജാമ്യം നിഷേധിച്ചപ്പോൾ ഞങ്ങൾ അയാളെ പുറത്താക്കി. നിങ്ങളെന്താ ചെയ്തത്? നിങ്ങളെന്ത് ചെയ്തു? ആ ചോദ്യത്തിൽ നിന്ന് ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയൻ ഒളിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്? മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മുന്നിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ല, കണ്ണുമടച്ച് ചിഹ്നത്തെ പോയി വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. മനസ്സിലായി. ഇപ്പോൾ ഇതിൽ താങ്കൾ തന്നെ പറഞ്ഞ ആ പോയിന്റ്സ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. പക്ഷേ
നമ്മൾ ഈ പറയുന്ന പുറമേ കോൺഫിഡൻ്റ് ആയിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ കാര്യങ്ങൾ പറയുന്നു എന്നുണ്ടെങ്കിലും പുറകിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ച് ആൾക്കാരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഈ കോൺഗ്രസ്സുകാർ മുഴുവൻ സ്ത്രീ വിഷയത്തിൽ ഇച്ചിരി പ്രശ്നക്കാരാണ് എന്നുള്ളൊരു പ്രതീതി ഇതിലൂടെ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ട്, ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇലക്ഷൻ സമയമായതുകൊണ്ട് അത് ഫലപ്രദമായി LDFനെ ആ സാധ്യത അല്ലെങ്കിൽ ആ ഒരു പഴുത് നോക്കിയവരെ പണിയുന്നുണ്ട് എന്ന് അവരും ഭയക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു തോൽവി അല്ലെങ്കിൽ എവിടെയൊക്കെ ഒരു തിരിച്ചടി പ്രാദേശിക തലത്തിൽ കോൺഗ്രസ്സുകാർ ഭയക്കുന്നുണ്ട്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കോൺഗ്രസ്സുകാർ അത് ഭയക്കുന്നതിൻ്റെ കാര്യം കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദൗർബല്യം കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ശക്തമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത് സംഘടനാപരമായി അവർക്കുള്ള മേൽക്കൈ കൊണ്ടാണ്. അവർക്ക് കൃത്യമായ ഒരു കേഡർ സിസ്റ്റം ഉണ്ട്, അതിലൂടെ പ്രവർത്തിപ്പിക്കാൻ അവർ കഴിയുകയും ചെയ്യും. നിർഭാഗ്യവശാൽ കോൺഗ്രസിന് അതില്ല, അതൊരു ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന ആരാണ്? ദൈവം തമ്പുരാൻ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന, അല്ല കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം അതല്ല. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ദുർബലമായി. ഇതുവരെ കോൺഗ്രസ്സിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു ഇമേജ് അഖിലേന്ത്യാ നേതാക്കന്മാരുടെ ആയിരുന്നു. അത് അവസാനം സോണിയാഗാന്ധി വന്നു, രാഹുൽ വന്നു, പ്രിയങ്ക വന്നു. വയനാട്ടിൽ പ്രിയങ്ക വന്നപ്പോൾ ഒരു തരംഗം ഉണ്ടായി. അതൊക്കെ ശരിയാണ്. അത് പക്ഷേ വയനാട്ടിൽ മാത്രം ഉണ്ടായൊരു തരംഗമാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരൊറ്റ സ്റ്റേറ്റിൽ നിന്ന് ജയിക്കാൻ പറ്റുകയില്ല. പിന്നെ രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, രാഹുൽ ഗാന്ധിക്ക് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, യങ് ഇന്ത്യൻസ്, അവരുടെ ഇടയിൽ എന്ത് സ്വീകാര്യതയുള്ളത്? പത്രം വായിക്കുന്നവൻ്റെ പേരിൽ എന്ത് സ്വീകാര്യതയുള്ളത്? പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന, ടെററിസ്റ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന രാജ്യവിരുദ്ധനായ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അയാൾ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഇമേജാണ് പ്രശ്നം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇമേജ് അല്ല പ്രശ്നം. ശരി, അപ്പോൾ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടർ ബാധിക്കുന്നതേ ഇല്ല എന്നുള്ള അസംഷനിൽ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റിൻ്റെ ചൂട് പിടിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇതെല്ലാം LDF കൃത്യമായി അത് പ്ലേസ് ചെയ്യേണ്ടടുത്ത് പ്ലേസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ചിലർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിനോട് ശ്രീ പിണറായി വിജയനുള്ള വ്യക്തിവിരോധം അല്ലെങ്കിൽ അദ്ദേഹം വളർന്നു വരുന്നത് തൻ്റെ നിലനിൽപ്പിന് അത്ര താല്പര്യമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിരുദ്ധമായി, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ വർത്തമാനങ്ങളൊക്കെ പറയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇവനെ അങ്ങ് ഒതുക്കിയേക്കാമെന്ന് പിണറായി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് നാടകം, അല്ലെങ്കിൽ LDF ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നടത്തി എന്നൊക്കെ ചിലർ പറയുന്നു. എന്തെങ്കിലും ശരിയുണ്ടോ? ഒരു ശരിയില്ല. പിണറായി വിജയൻ്റെ ഒരു പ്രതിയോഗിയല്ല രാഹുൽ മാങ്കൂട്ടം. പിണറായി വിജയന് ശരിക്കും പറഞ്ഞ ഒരു പ്രതിയോഗി കോൺഗ്രസ്സിലില്ല, ആരുമില്ല. ഇല്ല. ഞാൻ പറഞ്ഞു, പിണറായി വിജയനെ നമ്മൾ എവിടെയാണ് കാണുന്നത്? പിണറായി വിജയൻ്റെ എന്തെല്ലാം കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാലും പിണറായി വിജയൻ ഇച്ഛാശക്തിയുള്ളൊരു നേതാവാണ്. അത് സംബന്ധിച്ച് ഇച്ഛാശക്തിയുള്ള നേതാവ് എവിടെ ഇരിക്കുന്നു? കോൺഗ്രസിനകത്ത്. കോൺഗ്രസ് അപ്പുറത്തൊരാളിനെ ചൂണ്ടിക്കാണിക്കണം. ഇതാ, ഞങ്ങൾ മുഖ്യമന്ത്രി, ഇന്ന ആൾ മുഖ്യമന്ത്രിയായി വന്നാൽ കേരളത്തിൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നടത്താം. ഇച്ഛാശക്തി ഞങ്ങൾക്കുണ്ട്. ഒരു മതമേലധ്യക്ഷനെയും കാണാൻ പോവില്ല, ഒരു സമുദായ നേതാവിൻ്റെയും കാല് തിരുമില്ല. ധീരമായിട്ട് നിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നയിക്കാൻ X അല്ലെങ്കിൽ Y എന്ന് പറയുന്ന ഞങ്ങളുടെ കോൺഗ്രസ് നേതാവിന് കഴിയും എന്ന് പറയാൻ അവരുടെ ഒരാളുണ്ടോ? അതേസമയം LDFനെ നയിക്കാൻ പിണറായി വിജയനുണ്ട്. പിണറായി വിജയനോട് നിങ്ങൾ വിയോജിച്ചോളൂ, പിണറായി വിജയനെതിരെ വോട്ട് ചെയ്തോളൂ. അല്ല, പിണറായി വിജയൻ ഇപ്പം മാങ്കൂട്ടത്തിനെ ഒതുക്കിയിട്ടുണ്ട് കാര്യം നടക്കുന്നു. ഇല്ല, അദ്ദേഹത്തിന് ബദലായിട്ടുള്ളൊരു നേതാവായിട്ടല്ല രാഹുലിനെ പറയുന്നത്. പക്ഷേ പിണറായി വിജയനെതിരെ ശക്തിയുക്തം നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാനും പലപ്പോഴും പ്രതിപക്ഷ നേതാവ് പോലും വീണു പോകുന്ന അല്ലെങ്കിൽ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ അന്വേഷണങ്ങളും ആരോപണങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും മകളിലേക്കും ഒക്കെ എത്തുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹം കൂടുതൽ വിശ്വസനീയമായ രീതിയിൽ അവർക്കിടയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇവൻ ഇനി വളരണ്ട എന്ന് അദ്ദേഹം ചിന്തിച്ചാൽ അദ്ദേഹത്തെ തെറ്റു പറയാൻ സാധിക്കില്ല. അതിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നു. അതിലെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് മാത്രമാണ്. സാധ്യതയില്ല. ഇപ്പോൾ പിണറായി വിജയന് ഒരാളെ എതിർക്കണമെങ്കിൽ, കോൺഗ്രസ്സുകാരിൽ ഒരാളെ എതിർക്കണമെങ്കിൽ അത് എതിർക്കാൻ പറ്റുന്നത് കുഴൽനാടനെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു നേതാവും പിണറായി വിജയനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാം കയ്യിലിരിപ്പിന്റെ ഫലമാണ്. സംശയമുണ്ടോ? അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെയില്ല. ഒന്നുമില്ല. ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന മറ്റൊരു പേരാണ് യുവ നേതാവായ, ഒരുപക്ഷെ ഭാവിയിൽ മുഖ്യമന്ത്രി പോലുമായി പരിഗണിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം പാലക്കാട് നിന്നുള്ള ഇദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്നു. ഈ അടി അല്ലെങ്കിൽ രാഹുലിന്റെ വീഴ്ച ഷാഫിയുടെ വീഴ്ചയാണ് എന്നൊക്കെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ ചിലർ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ഇതിനകത്ത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ച ഗുണം ചെയ്യുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. രാഹുലിൻ്റെ ദോഷം വ്യക്തമാക്കാം. കാരണം ഷാഫി പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വരുന്നത്. ഷാഫി നേടിയതിനേക്കാൾ ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടം നേടിയത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് ഷാഫിയുടെ പ്രതിയോഗി രാഹുൽ മാങ്കൂട്ടമാണ്. കാരണം പാലക്കാട് മറ്റൊരാൾ വളർന്നു വരികയാണ്. ഷാഫി എന്താ ആഗ്രഹിക്കുന്നത്? മുഖ്യമന്ത്രിയാകണമെങ്കിൽ എന്ത് വേണം? ആദ്യം കേരളത്തിലൊരു നിയമസഭ ജയിക്കണ്ടേ? കേരളത്തിൽ നിയമസഭ ജയിക്കുന്നത് എങ്ങനെ? 2029 പാർലമെൻറ്റ് ഇലക്ഷൻ ഇതെന്ന് ജയിച്ചാൽ മതിയോ? 2026 തെരഞ്ഞെടുപ്പിൽ ജയിക്കണ്ടേ?
ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ പാലക്കാട് ജയിക്കാൻ ഷാഫി വേണം എന്നൊരു സ്ഥിതി വന്നെങ്കിലേ ഷാഫിക്ക് എം പി സ്ഥാനം ഒഴിഞ്ഞ് ഇവിടെ വരാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുപാട് ആളുകൾ എം പി സ്ഥാനം ഒഴിഞ്ഞ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു വലിയ നീണ്ട നിരയുണ്ട്. ഒരു പക്ഷേ അവർക്ക് അതിൻ്റെ സാധ്യത കിട്ടുന്ന ഒരൊറ്റരാക്കേ ഉള്ളൂ, അത് അടൂർ പ്രകാശനായിരിക്കും. ഷാഫിക്ക് അത് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ സമീപഭാവിയിൽ പാലക്കാട് നിന്ന് ശക്തനായ ഒരു നേതാവ് വളർന്നു വരുന്നത് തനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഷാഫി കണക്കൂട്ടിയാൽ, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, രാഷ്ട്രീയത്തിൻ്റെ തന്ത്രപരമായി പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൽ നടക്കുന്നൊരു കാര്യം. രാഹുലിൻ്റെ ശത്രു ഷാഫിയാണെന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വെച്ച ശത്രു എന്നല്ല, ശത്രുത ഉണ്ടെന്നല്ല ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം മാറി നിന്ന് വിചാരിക്കുക, ഒതുക്കി മാറ്റി. പിന്നെ ആരാണ് ഷാഫിക്ക് തുല്യനായ ഒരു നേതാവ് അവിടെ ഉള്ളത്, പാലക്കാടുള്ളത്? പക്ഷേ ഈ കോൺഗ്രസ്സുകാരുമായിട്ടൊക്കെ അടുത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, 2024 ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് വടകര കറക്റ്റായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഇല്ല എന്നുള്ളൊരവസ്ഥ വരുന്നു. അപ്പോൾ അന്നേരം അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ തന്നെ അവർക്ക് വേണം, യുവ നേതാവായിരിക്കണം, ചലനം സൃഷ്ടിക്കണം. ശൈലജ ടീച്ചറിനെ പോലെയുള്ളൊരു നേതാവിനെതിരെ കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ ഷാഫിയെ പോലെ ഒരു ഫയർ ബ്രാൻഡ് വേണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുപോകുമ്പോഴും ഷാഫിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, നാളെ തിരിച്ച് പാലക്കാടേക്ക് തന്നെ വരണം, അവിടെ നിന്ന് ജയിക്കണം, മന്ത്രിയാകണം. അപ്പോൾ താൻ തൽക്കാലത്തേക്കാണ് പോകുന്നത്, നാളെ തിരികെ വന്നാലും മാറിക്കൊടുക്കാൻ തൻ്റെ ഒരു പ്രതിപുരുഷനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ, നാളെ ഒരു സമയത്ത് ഷാഫി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ അദ്ദേഹത്തിൻ്റെ തട്ടകമായ പത്തനംതിട്ട ജില്ലയിലെ സേഫായിട്ടുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തേക്ക് മാറിക്കൊടുക്കാം അല്ലെങ്കിൽ മാറണം എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഷാഫി അവിടെ നിന്ന് വടകരയിലേക്ക് പോയതെന്നും പകരം പത്തനംതിട്ടക്കാരനായ രാഹുലിനെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തതെന്നും ഇവർ തമ്മിൽ ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇതെല്ലാം നീക്കുപോക്കുകളാക്കി വെച്ചത് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറയുന്നത്. ആരും ഒഫീഷ്യലി സ്ഥിരീകരിച്ച കാര്യമല്ല. പക്ഷേ ഇങ്ങനെ നിൽക്കുമ്പോൾ ഷാഫി എന്തിനാ രാഹുലിനെ പേടിക്കുന്നത്? അയാളുടെ പ്രതിപുരുഷനല്ലേ? അല്ല, ഇത് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും എഗ്രിമെൻ്റ് വളരെ കോൺക്രീറ്റ് അടിത്തറയിൽ ഉറപ്പിക്കുന്ന എഗ്രിമെൻ്റ് ഉണ്ടോ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നന്ദികേടിൻ്റെ ലോകമല്ലേ. എഗ്രിമെൻ്റൊക്കെ ഒരു കോണി നിൽക്കും. ഷാഫിക്ക് സേഫ് പാലക്കാടാണെങ്കിൽ പിന്നെ ഷാഫി പറമ്പിൽ വരുമ്പോൾ എന്തിനാണ് മാറിക്കൊടുക്കുന്നത്? അയാളുടെ സേഫ് സീറ്റ് അതല്ലേ. അയാൾ അവിടെ നിന്ന് അയാളുടെ ജനസമ്മതി തെളിയിച്ചു. ഇനി ജനസമ്മതി തെളിയിക്കാൻ പോകുന്ന ഒരു മണ്ഡലം നോക്കിപ്പോയാൽ അവിടെ ജനസമ്മതി തെളിയിക്കുമെന്ന് നമുക്ക് വലിയ ഉറപ്പുണ്ടോ? അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുന്നൊരു സ്ഥലമെന്ന് പറയുന്നത് ആറന്മുളയാണ്. അടൂര് റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ ആറന്മുള BJPക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജയിച്ചു വരണമെന്നില്ല, ഈ ജനസമ്മതി ആറന്മുള കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ മടങ്ങി വരുമ്പോൾ, രാഹുൽ മാങ്കൂട്ടം സന്തോഷത്തോടുകൂടി കസേര ഒഴിഞ്ഞു കൊടുത്തിട്ട് ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞിരുത്തുന്ന ഒരു കൾച്ചർ കോൺഗ്രസ്സിലില്ല, നടന്നിട്ടില്ല, ഇനി നടക്കാനോട്ട് പോകുന്നില്ല. അപ്പോൾ കോൺഗ്രസ്സുകാരിൽ ചിലർ അടക്കം പറയുന്ന കാര്യം ഷാഫിയാണ് രാഹുലിനെ ഒറ്റിയത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇതൊരു അടക്കം പറച്ചിൽ മാത്രമാണ്. താങ്കളുടെ വാക്കുകൾ അതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുമോ? ഷാഫി നേരിട്ട് രാഹുലിനെ ഒതുക്കിയെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ രാഹുലിൻ്റെ പതനം കൊണ്ട് പ്രയോജനം ചെയ്യുന്നത് ഷാഫിക്കാണ് എന്ന് ഷാഫിക്കറിയാമല്ലോ. മനസ്സിലായി, ഷാഫിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി ഈ പതനത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു മനോഭാവം, കോൺഗ്രസ്സുകാരുടെ ഒരു മനോഭാവം വെച്ച് നോക്കിയാൽ അതിൽ ആഹ്ലാദിക്കുന്ന ഒരാളായിരിക്കും ഷാഫി പറമ്പിൽ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞു ഇതിന് LDFന് വലിയ കാര്യമൊന്നുമില്ല, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണ് അദ്ദേഹം അനുഭവിക്കുന്നത് താങ്കൾ പറഞ്ഞു. അത് ശരിവെക്കുമ്പോഴും നേരത്തെ കേൾക്കുന്ന ഒരു കാര്യം, ഈ വിവരമൊക്കെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ സ്ത്രീ വിഷയവും ഇതുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ നേരത്തെ LDFന് വിശിഷ്യ CPM മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാമായിരുന്നു. പക്ഷേ അവരത് ഒരു വെടി പൊട്ടിക്കാൻ കാത്തിരുന്നത് ഇലക്ഷൻ സമയത്താണ്. അവർക്ക് പല വിഷയങ്ങളും ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനൊരു ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അവരൊന്ന് ഹോൾഡ് ചെയ്തു. ഇലക്ഷൻ സമയമായപ്പോൾ അത് കൃത്യമായി പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സാധനത്തെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ LDF ഒരു അടിമുടി നേട്ടം രാഹുൽ ഫാക്ടറിൽ കൊയ്യും എന്ന് ചിലർ കരുതുന്നു, അല്ലെങ്കിൽ ഇടത് നേതാക്കന്മാർ കരുതുന്നു. അവരുടെ ആ ഒരു കരുതൽ തെറ്റാകുന്നു. അല്ല, ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തി തിരഞ്ഞെടുപ്പ് വിജയമേ അല്ല അവർ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ടായ ജനവിരുദ്ധ വികാരം അത് മാസ്ക് ചെയ്യാനൊരു വിഷയം വേണം, കവർ ചെയ്യാൻ. അത് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ, വേറൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അത് വളരെ ഫലപ്രദമായിട്ട് അവർ ഉപയോഗിച്ചു. അല്ലാതെ എന്താ അതിനകത്തുള്ളത്? മനസ്സിലായി. ഇപ്പോൾ ഏതായാലും സംഗതി രാഹുലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ തീർന്നു, കോൺഗ്രസ് തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഭാവി അദ്ദേഹം തന്നെ ഇല്ലാതാക്കി. ഈ ഒരു തരംഗം ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കാൻ LDFന് ഉപകാരപ്പെടുന്നു എന്നുള്ള ഒരു വസ്തുത അംഗീകരിക്കുന്നു. 2026 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു തരംഗം, അല്ലെങ്കിൽ രാഹുലിനെതിരായ ഫാക്ടർ 2026 വരെ നീളുമോ? ആ ഒരു സമയത്ത് കോൺഗ്രസിന് ഇത് എത്രത്തോളം പാരയാകും എന്നുള്ള കാര്യം പറഞ്ഞ് അവസാനിച്ചു. 2026 വരെ നീട്ടാൻ CPM അനുവദിക്കത്തില്ല. കാരണം ഇതൊരു പൊതു ചർച്ചയ്ക്ക് വന്നാൽ സ്ത്രീ പീഡകരായ ഒരുപാട് ആളുകൾ അതിനകത്തുണ്ട്. അവരുടെ എല്ലാം
പേരും അഡ്രസ്സും ദുരുപയോഗം അനുഭവിക്കേണ്ടി വന്ന പിന്നെ സ്ത്രീകളുടെയോ ഭാര്യമാരുടെയോ ഒക്കെ ചിത്രവുമായിട്ട് കോൺഗ്രസ് ഇറങ്ങിയാൽ, കോൺഗ്രസ് അതിന് ഇറങ്ങുമെന്ന് വെച്ചാൽ അതിനുള്ള പക്വത എന്നുള്ള പാർട്ടി അല്ലല്ലോ കോൺഗ്രസ്, അവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നവർ. അങ്ങനെ വന്നാൽ അപരിഹാര്യമായ നഷ്ടം CPM ഉണ്ടാകുന്നത്, കോൺഗ്രസ്സിനല്ല. അതുകൊണ്ട് 2026 ഒരിക്കലും അവർ വിഷയം കൊണ്ടുവരില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും LDF നേതാക്കന്മാർക്കെതിരെ, വിശിഷ്യ ശ്രീ മുകേഷിനെതിരെയുള്ള സ്ത്രീപീഡന ആരോപണം വളരെ തീവ്രത കുറഞ്ഞതാണ്, ഒരു മുഖക്കുരു പോലെ എന്നൊക്കെയാണ് ഒരു വനിതാ നേതാവ് തന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ട്? അല്ല, വനിതാ നേതാവിൻ്റെ ചുമതല അത് പറയാനായിരുന്നു. ഈ വനിതാ നേതാവ് ഇതൊക്കെ പറഞ്ഞല്ലോ, മുകേഷിൻ്റെ കാര്യങ്ങളൊക്കെ. 24 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? ഈ വനിതാ നേതാവ് എവിടെ പോയി? ഇത് ഞാനതാ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ പത്രങ്ങൾക്കടിമയായിരുന്നു. എന്നുവെച്ചാൽ മനോരമയും മാതൃഭൂമിയാണ് നേതാവിനെ സൃഷ്ടിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വിഷ്വൽ മീഡിയ വന്നു. വിഷ്വൽ മീഡിയയിൽ ചർച്ച നോക്കി ആളുകൾ കാര്യങ്ങൾ ചിന്തിക്കാൻ. ഇപ്പോൾ അതല്ല, അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായം പറയുന്ന സോഷ്യൽ മീഡിയയുണ്ട്. അവർക്കത് വെക്കാം, അഭിപ്രായങ്ങൾ കേൾക്കാം, യുക്തമായി തീരുമാനിക്കുകയും ചെയ്യാം. ഇപ്പം നമ്മളൊരു വീട്ടിലേക്ക് ചെന്ന് നോക്കൂ, ടെലിവിഷൻ്റെ മുന്നിലിരിക്കുന്ന പഴയ കുടുംബ സദസ്സെന്നില്ല, മറിച്ച് ഓരോരുത്തരുടെയും മുറിയിലിരുന്ന് അവർ മൊബൈൽ ഫോൺ നോക്കുകയാണ്. ആ മൊബൈൽ ഫോണിൽ കൂടെ അവർക്ക് വിവരം കിട്ടും. അതുകൊണ്ട് 2026 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഏറ്റവും മുഖ്യമായ ഒരു ഘടകം തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയ ആയിരിക്കും. മനസ്സിലായി. അപ്പോൾ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ നമ്മൾ ചുരുക്കുകയാണെങ്കിൽ ഇതൊരു വിഷയമല്ല, അല്ലെങ്കിൽ ഒരു ഫാക്ടറല്ല, അദ്ദേഹം ഒരു പുകമറ മാത്രമാണ്. ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാപ്പറ്റാണ്, അല്ല വേറെ ഒരു കാര്യം. ജനങ്ങൾ ഇതെങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇലക്ഷൻ റിസൾട്ട് വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.